മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് കൈനമാറ്റിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. കൈനമാറ്റിക്സ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഫ്ലൂയിഡിന്റെ മൂവ്മെന്റ്, പിന്നെ ആ മൂവ്മെന്റ് കാരണം വരുന്ന കോൺസിക്വൻസസ്, ഇത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇപ്പൊ ആ ഫ്ലൂയിഡിന്റെ മൂവ്മെന്റ് കാരണം വരുന്ന ഫോഴ്സസോ അതിനെ കുറിച്ചൊന്നും നമുക്ക് ബോധന ചെയ്യേണ്ട. ഓക്കെ. ഇപ്പൊ ഈ ഫ്ലൂയിഡിന്റെ കൈനമാറ്റിക്സിന്റെ സ്റ്റഡി ചെയ്യുമെന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് അപ്രോച്ചസ് ഉണ്ട്. ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ലഗ്രാഞ്ചിയൻ അപ്രോച്ച്, രണ്ടാമത്തെ യൂലറിയൻ അപ്രോച്ച്. ലഗ്രാഞ്ചിയൻ അപ്രോച്ചിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്, അതായത് ടി ഈക്വൽ ടു സീറോയിൽ ഈ ഒരു പൊസിഷനിലാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഇവിടെ എത്തി, കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഇവിടെ എത്തി. അപ്പൊ നമ്മൾ ഒരു ടി ഈക്വൽ ടു ടി ഡാഷ്, ഓക്കെ, ഈ സീറോ തൊട്ട് ടി ഡാഷ് വരെ ആ ഫ്ലൂയിഡിന്റെ മൂവ്മെന്റും ആ ഒരു ഫ്ലൂയിഡിന് ബിഹേവിയറും നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ഇപ്പൊ ഇതുപോലെ ഒരു പർട്ടിക്കുലർ മാസ് എടുക്കുവാണെങ്കിൽ പല പല പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇപ്പൊ ഈ ഓരോ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റും സ്റ്റഡി ചെയ്തിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെയാണ് ലഗ്രാഞ്ചിയൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലഗ്രാഞ്ചിയൻ അപ്രോച്ചിൽ നമുക്ക് കുറെ ഡ്രോബാക്സും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പർട്ടിക്കുലർ മാസ് എടുക്കുകയാണെങ്കിൽ തന്നെ ബില്യൺസ് ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ബില്യൺസ് ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന്റെ ഈ ഒരു ടൈം തൊട്ട് വേറൊരു ടൈം വരെയുള്ള മൂവ്മെന്റും അതിന്റെ ബിഹേവിയർ ഒക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എടുക്കുവാണെങ്കിൽ അതിന്റെ അടുത്ത മൂവ്മെന്റ് എവിടെയാണ്, അതിന്റെ മോഷൻ തന്നെ ഭയങ്കര എറാറ്റിക് മോഷൻ ആയിരിക്കും, അതായത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. പിന്നെ ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഡിഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഈ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ കൊണ്ട് ലഗ്രാഞ്ചിയൻ അപ്രോച്ച് നമ്മൾ അങ്ങനെ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ കേസിൽ ചൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ യൂലേറിയൻ അപ്രോച്ചാണ്. യൂലേറിയൻ അപ്രോച്ചിൽ അവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ലഗ്രാഞ്ചിയനിൽ പറഞ്ഞല്ലോ ഒരു പാർട്ടിക്കിളിനെ നമ്മൾ ഫോളോ ചെയ്യണമെന്ന്, അതുപോലെ യൂലേറിയൻ അപ്രോച്ചിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ, ഒരു പോയിന്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ ബിഹേവിയറിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഇപ്പൊ യൂളിയൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിൽ വരുന്ന ബിഹേവിയേഴ്സിനെ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇപ്പൊ യൂളിയൻ അപ്രോച്ചിന് ഇനിയൊരു പേരാണ് കൺട്രോൾ വോളിയം. ഇപ്പം ബൈ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ അനാലിസിസ് ഓഫ് കൈനമാറ്റിക് ബിഹേവിയർ ഓഫ് വേരിയസ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് പാസിംഗ് ത്രൂ വേരിയസ് ഫിക്സ്ഡ് പോയിന്റ്സ് ഇൻ എ കൺട്രോൾ വോളിയം ഇസ് കോൾഡ് യൂളിയൻ അപ്രോച്ച്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലോ. അപ്പൊ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ 1 ഡയമെൻഷണൽ ഫ്ലോ, 2 ഡയമെൻഷണൽ ഫ്ലോ, 3 ഡയമെൻഷണൽ ഫ്ലോ. ഇതിനെ ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ വെലോസിറ്റി വെക്ടർ ഇസ് ഈക്വൽ ടു 3x ഐ ക്യാപ്. ഐ ക്യാപ് എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിൽ മാത്രമാണ് അതിന്റെ വെലോസിറ്റിയുടെ ചേഞ്ച് എടുക്കുന്നുള്ളൂ. ഇത് തന്നെ 2 ഡയമെൻഷണൽ ഫ്ലോ എടുക്കുകയാണെങ്കിൽ 3x ഐ ക്യാപ് പ്ലസ് 4y ജെ ക്യാപ്. അപ്പൊ ഇത് തന്നെ 3 ഡയമെൻഷണൽ ഫ്ലോ എടുക്കുകയാണെങ്കിൽ 3x എക്സ് ഐ പ്ലസ് 4y ജെ ക്യാപ് പ്ലസ് 5z കെ ക്യാപ് നിർത്തും. അപ്പൊ ഇതൊക്കെയാണ് 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, പിന്നെ 3 ഡയമെൻഷണൽ ഫ്ലോ. ഓക്കെ, ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. ഇപ്പൊ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ ഇതൊരു പൈപ്പാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു പോയിന്റിലെ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ ഒരു പോയിന്റിലെ വെലോസിറ്റി നമുക്ക് 4 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിച്ചു. ഇനി ഇത് ഇപ്പൊ നമ്മൾ ടി ഈസ് ഈക്വൽ ടു 0 ടൈമിലാണ്. ഇനി നമ്മളൊരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. 10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴും ഈ ഒരു ഈ ഒരു ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് വിചാരിച്ചു. 10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ടി ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ്സിലും ഈ ഒരു പോയിന്റിൽ 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഈ ഒരു പോയിന്റിൽ 4 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇതിന് പറയുന്നതാണ് സ്റ്റഡി ഫ്ലോ. ഇപ്പൊ ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് കേസാണ് അൺസ്റ്റഡി ഫ്ലോ. അപ്പം സ്റ്റഡി ഫ്ലോ എന്ന് പറയുമ്പോൾ a flow is said to be a steady flow if fluid property and flow velocity doesn't change with respect to time at a given location. ഇപ്പൊ ഇതൊരു ഇതിനകത്ത് കോൺസെപ്റ്റ് നമ്മൾ നോക്കുകയെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു, ഇവിടെ 3 മീറ്റർ പെർ സെക്കൻഡ് നിന്ന് തന്നെ വരണമെന്ന് ആവശ്യമില്ല സ്റ്റഡി ഫ്ലോയുടെ കേസിൽ. ടൈം ഒരു പർട്ടിക്കുലർ ടൈം ഡിഫറൻസിൽ ഈ ഒരു പോയിന്റിൽ 3 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ഇവിടെയും 3 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് വന്നത്. അപ്പൊ അതിന് പറയണത് എന്താണ് സ്റ്റഡി ഫ്ലോ. തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. ഇപ്പൊ യൂണിഫോം ഫ്ലോ എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഇതൊരു പൈപ്പ് എടുക്കുക, ഈ ഒരു പോയിന്റിൽ 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഈ ഒരു പോയിന്റിൽ 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഈ ഒരു പോയിന്റിലും 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശരി, ഇനി ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഈ ഒരു പോയിന്റിലും 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഈ ഒരു പോയിന്റിൽ 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്.
ഇതിപ്പോ ടി ഈസ് ഈക്വൽ ടു 0 ഇതൊരു ടി ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ്സിലാന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഇതിനെയാണ് നമ്മളൊരു യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ആ ഒരു ഫ്ലൂയിഡ് ഫ്ലോയില് ഏതൊരു പോയിന്റ് എടുത്താലും അതിന്റെ വെലോസിറ്റി സെയിം അതായത് യൂണിഫോം ആണ്. അതിന് പറയുന്നതാണ് യൂണിഫോം വെലോസിറ്റി. ഇപ്പൊ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി മാറി. പക്ഷെ ബാക്കി എല്ലാ പോയിന്റുകളിലും ഇതേ സെയിം വെലോസിറ്റി തന്നെയാണെങ്കിൽ അതിന് പറയുന്നതാണ് യൂണിഫോം. ഇപ്പൊ ഇതും സ്റ്റഡിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റഡിയുടെ കേസിൽ ഇവിടെ ഈ ഒരു പോയിന്റിൽ 3 ആണെങ്കിൽ ഒരു ടൈം കഴിയുമ്പോൾ ഇവിടെയും 3 തന്നെയായിരുന്നു വരേണ്ടായിരുന്നത്. പക്ഷെ ഈ കേസിൽ ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമുക്കാണെങ്കിൽ ഇത് രണ്ടിന്റെ കോമ്പിനേഷൻ നടക്കാൻ വേണമെങ്കിൽ സ്റ്റഡി ആൻഡ് യൂണിഫോം ആകുന്ന കേസ് ഈ ഒരു പോയിന്റ് 3 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണെന്ന് വിചാരിച്ചു. ഇനി സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം, ഇത് ടി ഈക്വൽ ടു 0 ഇത് ടി ഈക്വൽ ടു 10 ആണെങ്കിൽ ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം ഇവിടെയും 3 തന്നെ ആയിരിക്കണം. അപ്പൊ ഈ ഒരു കേസിനെയാണ് നമ്മൾ സ്റ്റഡി ആൻഡ് യൂണിഫോം എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ. ഇപ്പൊ ലാമിനാർ എന്ന് പറയുമ്പോൾ ഈ ലാമിന എന്ന് പറഞ്ഞൊരു വേർഡിൽ നിന്നാണ് ഈ ലാമിനാർ എന്ന് പറഞ്ഞ സംഭവം വന്നത്. ലാമിന എന്ന് പറഞ്ഞാൽ തിൻ ലെയർ. ഇപ്പൊ ലാമിനാർ ഫ്ലോയിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലെയർ ഇനിയൊരു ലെയറിന്റെ മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്തുകൊണ്ടാണ് പോണത്. ഇപ്പൊ ലെയർ ബൈ ലെയർ ഫ്ലോ ആയിരിക്കും ലാമിനാർ ഫ്ലോയുടെ കേസിൽ നടക്കുന്നത്. ഇപ്പൊ ലാമിനാർ ഫ്ലോയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വെയിനിൽ കൂടെ ബ്ലഡ് മൂവ് ചെയ്യണതൊക്കെ ലാമിനാർ ഫ്ലോ ആയിരിക്കും. അതുപോലെ ഇപ്പോൾ ഇൻസെൻസ് സ്റ്റിക്കിന്ന് ഇനിഷ്യലി വരുന്ന സ്മോക്ക് അതൊരു ലാമിനാർ ഫ്ലോയുടെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ടർബുലന്റ് ഫ്ലോ. ടർബുലന്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മിക്സിംഗ് ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. പിന്നെ ഫ്ലൂയിഡ് പാർട്ടിക്കിളുടെ മോഷൻ തന്നെ ഇങ്ങനെ സിഗ്സാഗ് മാനറിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിവറിൽ കൂടെ ഉള്ള ഫ്ലോ, പിന്നെ ചിമ്മിനീന്റെ പുറത്തുനിന്ന് വരുന്ന സ്മോക്ക്, ഇതൊക്കെയാണ് ടർബുലന്റ് ഫ്ലോന്റെ എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് പറയാന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ. ഇപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മൂവ്മെന്റ് വിചാരിച്ചോ. അപ്പൊ ഇതാണ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. അപ്പൊ ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ആദ്യം ഇതിന്റെ ഒരു ഓറിയന്റേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. കുറച്ച് കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ ഓറിയന്റേഷൻ ഇതാണ്, കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഈ ഒരു ടൈപ്പ് ഫ്ലോനെയാണ് റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇത് തന്നെ ഇറൊട്ടേഷണൽ ഫ്ലോ ആണെങ്കിൽ ഈ ഒരു മൂവ്മെന്റിന്റെ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ കുറച്ച് കഴിയുമ്പോഴും ഇത് ഈ ഒരു ഓറിയന്റേഷനിലായിരിക്കും, ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇതിനെയാണ് ഇറൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്ട്രീം ലൈൻ ആണ്. സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇമാജിനറി ലൈൻ. ആ ഒരു ലൈൻ, ഇപ്പോൾ ഈ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ഈ ലൈനിന്റെ ടാൻജന്റ്, ഇപ്പൊ ഈ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടും. അതാണ് സ്ട്രീം ലൈനിന്റെ ഡെഫിനിഷൻ. ഇപ്പൊ ഈ ഒരു കേസിൽ ഇപ്പൊ ഈ ഒരു പോയിന്റിൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ അതിന്റെ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജന്റിന്റെ ഡയറക്ഷനിലായിരിക്കും അതിന്റെ വെലോസിറ്റി ഉണ്ടാവുക. ഇനി ഇതിലൊരു സംഭവം നമ്മൾ നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സ്ട്രീം ലൈനിന് ഇന്റർസെക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇവിടുത്തെ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് ഈ സ്ട്രീം ലൈൻ അനുസരിച്ച് ഇങ്ങനെയായിരിക്കും ഡയറക്ഷൻ. അതിന് ഈ സ്ട്രീം ലൈൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഡയറക്ഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ പോസിബിൾ അല്ല. ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളിന് രണ്ട് സൈഡിലേക്കും വെലോസിറ്റി വെക്ടർ ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് സ്ട്രീം ലൈൻ കനോട്ട് ഇന്റർസെക്ട് itself or streamlines cannot intersect. ഓക്കെ, ഇനി നെക്സ്റ്റ് സംഭവമാണ് പാത്ത് ലൈൻ. പാത്ത് ലൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ പാത്ത് ട്രേസ്ഡ് ബൈ എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അറ്റ് ഡിഫറെന്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈം. ഇപ്പൊ ഈ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ഈ പാർട്ടിക്കിൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തി, അത് എന്നിട്ട് ഇവിടെ എത്തി. ഇപ്പൊ ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ട്രേസ് ചെയ്ത് പോകുന്ന പാത്തിനെയാണ് പാത്ത് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ പാത്ത് ലൈനിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇങ്ങനെ എന്താ പറയാ, ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇവിടെ നിന്ന് പാസ് ചെയ്ത് ഇവിടെ കൂടെ പാസ് ചെയ്യാലോ. പാത്ത് ലൈനിന്റെ കേസിൽ ഇന്റർസെക്ഷൻ കുഴപ്പമില്ല. ഓക്കെ, ഇനി പാത്ത് ലൈനിന്റെയും സ്ട്രീം ലൈനിന്റെയും ഒക്കെ ഒരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഇപ്പൊ സ്ട്രീം ലൈനിന്റെ കേസിൽ ഇറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇപ്പൊ പാത്ത് ലൈനിന്റെ കേസിൽ ഇറ്റ് ഗീവ്സ് ദ പൊസിഷൻ ആൻഡ് ലൊക്കേഷൻ, പൊസിഷൻ ഓർ ലൊക്കേഷൻ. നെക്സ്റ്റ് സ്ട്രീം ലൈനിന്റെ കേസിൽ ഇതിപ്പോ ഈ ഒരു പാർട്ടിക്കിളിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ഇപ്പൊ ഇത് വേറെ ഒരു പാർട്ടിക്കിളിന്റെ ആണ്. അപ്പൊ ഇതിനകത്ത് നമ്പർ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന്റെ ആണ് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രീം ലൈൻ ഉണ്ടാക്കുന്നത്. പക്ഷെ പാത്ത് ലൈനിന്റെ കേസിൽ ഒരു പർട്ടിക്കുലർ സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ പാത്താണ് എടുക്കുന്നത്. അപ്പൊ അതൊരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ സ്ട്രീം ലൈൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലാണ് ഈ സംഭവം നോക്കുന്നത്.
ഇപ്പൊ ഇത് പറയുകയാണെങ്കിൽ ഒരു ക്യാമറ കൊണ്ട് ഫോട്ടോഗ്രാഫ് എടുത്തു. ആ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലുള്ള പാർട്ടിക്കിൾസിന്റെ ഓരോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടി. ഇപ്പൊ ഈ പാത്ത് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫ് എടുക്കാൻ പറ്റില്ല, നമ്മൾ ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ റെക്കോർഡിങ് എടുക്കേണ്ടി വരും. എന്നാലാണ് അതിന്റെ ഫുൾ ഒരു ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ എന്തോരം മൂവ് ചെയ്തു, ഏത് പാത്താണ് ട്രേസ് ചെയ്തതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ സ്ട്രീം ലൈനിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതൊരു യൂലേറിയൻ അപ്രോച്ചാന്ന് പറയാം. അത് തന്നെ പാത്ത് ലൈനിന്റെ കേസ് പറയുകയാണെങ്കിൽ ലഗ്രാഞ്ചിയൻ അപ്രോച്ച്. ലഗ്രാഞ്ചിയൻ അപ്രോച്ചിലല്ലായിരുന്നു ഓർമ്മയുണ്ടോ, ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളിന്റെ പാത്ത് മൊത്തം നമ്മൾ അത് ഏത് ഡയറക്ഷനിൽ കൂടെ പോകണേ അതൊക്കെ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ല് കൺസിഡർ ചെയ്തതായിരുന്നു ലഗ്രാഞ്ചിയൻ അപ്രോച്ച്. പിന്നെ സ്ട്രീം ലൈനിന്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇന്റർസെക്ട് ചെയ്യാൻ പറ്റൂല, പക്ഷെ പാത്ത് ലൈനിന്റെ കേസിൽ ഇന്റർസെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് സ്ട്രീക്ക് ലൈൻ എന്താ നോക്കാം. സ്ട്രീക്ക് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലോക്കസ് ഓഫ് പൊസിഷൻ ഓഫ് ഡിഫറെന്റ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് പാസിംഗ് ത്രൂ എ ഗിവൻ പോയിന്റ് ഡ്രോൺ ഫോർ എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഇപ്പൊ ഇതിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതൊരു നോസിലാന്ന് വിചാരിച്ചു. ഇപ്പൊ ഈ നോസിലേക്കൂടെ പാർട്ടിക്കിൾ ഇങ്ങനെ പുറത്തേക്ക് വരിക. അപ്പൊ ആദ്യം ടി ഈസ് ഈക്വൽ ടു 0 ഈ പാർട്ടിക്കിൾ ഇവിടെയായിരുന്നു എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇവിടെ എത്തി, പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇവിടെ എത്തി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തി. അപ്പൊ ഇതാണ് സെക്കൻഡ് പൊസിഷൻ, ഇതാണ് തേർഡ് പൊസിഷൻ, ഇതാണ് ഫോർത്ത് പൊസിഷൻ എന്ന് വിചാരിച്ചു. ഇനി ഈ ഒരു നോസിൽ ഈ ഒരു ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പൊ രണ്ടാമത്തെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്, ഈ ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡിന്റെ കേസ് വരുമ്പോൾ അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ടി ഈസ് ഈക്വൽ ടു 3 ആയപ്പോ ഇവിടെ എത്തി, ടി ഈസ് ഈക്വൽ ടു 4 ആയപ്പോ ഇവിടെ എത്തി. ഇനി മൂന്നാമത്തെ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡിലായിരിക്കും അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിന് 3 ഈസ് ഈക്വൽ ടു 4 സെക്കൻഡിൽ ഇത് ഇവിടെ എത്തി എന്ന് വിചാരിച്ചു. ഇനി നാലാമത്തെ പാർട്ടിക്കിൾ ടി ഈസ് ഈക്വൽ ടു 4 സെക്കൻഡിൽ ഇവിടെ നിന്ന് പുറത്ത് വരുന്നേ ഉള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ ടി ഈസ് ഈക്വൽ ടു 4 സെക്കൻഡിൽ നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഈ ഒരു ലൈനിനെയാണ് സ്ട്രീക്ക് ലൈൻ എന്ന് പറയുന്നത്. അടുത്ത സംഭവം പറഞ്ഞാൽ സ്ട്രീം ട്യൂബ്. സ്ട്രീം ട്യൂബ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്താ പറയാ, ഒരു കോമ്പിനേഷൻ ഓഫ് സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഇതില് പല പല സ്ട്രീം ലൈനിനെ കൂടെ ചേരുമ്പോൾ സ്ട്രീം ട്യൂബ് ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഫ്ലൂയിഡ്. പിന്നെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു വെലോസിറ്റി വെക്ടർ വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ വുഡ് ബി എ ഫങ്ഷൻ ഓഫ് ഇറ്റ്സ് ലൊക്കേഷൻ ആൻഡ് ടൈം. അതായത് പൊസിഷൻ വെക്ടറും പിന്നെ ടൈമിനും ഡിപ്പെൻഡന്റ് ആയിരിക്കും ഈ വെലോസിറ്റി വെക്ടർ. ഇപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ui പ്ലസ് വി ജെ പ്ലസ് ഡബ്ല്യു കെ വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വെലോസിറ്റി യു ഡയറക്ഷനിലുള്ള വെലോസിറ്റി വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ എക്സ് കോമ വൈ കോമ ഇസഡ് കോമ ടി. അതുപോലെ വി വെലോസിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ, ഡബ്ല്യു ആണെങ്കിലും അതുപോലെ തന്നെ. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ഇസ് ഈക്വൽ ടു 3x പ്ലസ് 5zt. അപ്പൊ ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ആക്സലറേഷൻ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ നമുക്ക് പറയാം. ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ എക്സ് ഡയറക്ഷൻ ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ആക്സലറേഷൻ വൈ ഡയറക്ഷൻ ഇൻറ്റു ജെ ക്യാപ് പ്ലസ് ആക്സലറേഷൻ ഇൻ സെഡ് ഡയറക്ഷൻ ഇൻറ്റു കെ ക്യാപ്, അങ്ങനെ പറയാം. ഓക്കെ, ആക്സലറേഷൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡി യു ബൈ ഡി ടി ആണ്. അതുപോലെ വൈയും അതുപോലെ സെഡ് കിട്ടും. നെക്സ്റ്റ് ആക്സലറേഷൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് കൊമ വൈ കൊമ ഇസഡ് കൊമ ടി ആണ്. അപ്പൊ ഈ ഡി യു ബൈ ഡി ടി എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുമ്പോൾ ഈ 4 കോമ്പണന്റിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ യു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡും പിന്നെ ടിയും. ഇപ്പൊ ഡി യു എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ എക്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡി എക്സ് പ്ലസ് ഡോ യു
dou u by dou y multiplied by dy into dou w by dou z, dou u by dou z into dz plus du by dt. അപ്പൊ ഇതുപോലെ തന്നെ യു പോലെ തന്നെ വി ഡയറക്ഷന് ഇതുപോലെ എടുക്കാം, അതുപോലെ ഡബ്ല്യു ഡയറക്ഷന് ഇതുപോലെ തന്നെ എടുക്കാം. അപ്പൊ ഇതിനകത്ത് ഇത്രയും കോമൺ എന്ന് പറയുന്നത് നമ്മുടെ വേരിയിങ് വിത്ത് സ്പേസ്, അതായത് എക്സ് വൈ സെഡ് വെച്ചിട്ടുള്ള ടേംസ് ആണെന്ന് ഇത്രയും കോമൺസ്. ഇത് തന്നെ ടൈമിനെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ടേം ആയിരുന്നു ഈ ടേം. ഇതിനകത്ത് ഈ ഒരു പൊസിഷന് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സാധനത്തിന് പറയുന്നതാണ് കൺവെക്റ്റീവ് ആക്സലറേഷൻ. അതുപോലെ ഈ ടൈമിന് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സാധനത്തിന് പറയുന്നതാണ് ലോക്കൽ ആക്സലറേഷൻ അല്ലെങ്കിൽ ടെമ്പറൽ ആക്സലറേഷൻ. ഓക്കെ, സോ ഇനി അടുത്ത തന്നെ കോൺസെപ്റ്റ് ആണ് സർക്കുലേഷൻ. സർക്കുലേഷൻ നമ്മൾ ഈ ഒരു സിമ്പിൾ വെച്ചാണ് ഡിനോട്ട് ചെയ്യണത്. ഇതിന് പറയുന്ന അപ്പർ കേസ് ഗാമ എന്നാണ്. ഓക്കെ, സോ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ടാൻജൻഷ്യൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി വെക്ടർ അറൌണ്ട് ദ ക്ലോസ്ഡ് കർവ് സി ഇൻ എ ഫ്ലോ സർക്കിൾ. ഇത് ഈ ഒരു സാധനം ഫ്ലോ സർക്കിൾ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് അതിന്റെ സർഫേസ്. ഓക്കെ, ഈ ഒരു സർഫേസിൽ ഈ ഒരു ക്ലോസ്ഡ് കർവില് കൂടെ ഉള്ള ലൈൻ ഇന്റഗ്രലിനെയാണ് നമ്മൾ സർക്കുലേഷൻ എന്ന് പറയുക. അപ്പൊ ഇതിനെ ഡിനോട്ട് ചെയ്യണ ഈ ഒരു സിമ്പിളാണ്. ഈ ഒരു സിമ്പിൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് വെലോസിറ്റി വെക്ടർ ഡോട്ട് ഡി എൽ. ഇതിനകത്ത് ഡി എൽ എന്ന് പറയുന്നത് ഈ ഒരു ബൗണ്ടറിയിൽ ഒരു ചെറിയ സംഭവത്തിനെ നമ്മൾ ഡി എൽ ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഇതിന്റെ ഉള്ള ടാൻജൻഷ്യൽ കോമ്പണന്റ് ആണ് വി വെക്ടർ. ഈ വി വെക്ടറും ഈ ഒരു ഡി എൽ വെക്ടറും തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിന്റെ വി വെക്ടർ ഡോട്ട് ഡി എൽ വെക്ടർ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഈ ഒരു സർക്കുലർ പാത്തിൽ കൂടെ എടുക്കുവാണെങ്കിൽ അതിന് പറയുന്നതാണ് സർക്കുലേഷൻ. പിന്നെ ഒരു യൂണിഫോം ഫ്ലോയുടെ കേസിൽ സർക്കുലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത തന്നെ കോൺസെപ്റ്റ് ആണ് വോർട്ടിസിറ്റി. ഇപ്പൊ വോർട്ടിസിറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആംഗുലർ വെലോസിറ്റി എന്താന്ന് പറയണം. ആംഗുലർ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചാണ് ഡെനോട്ട് ചെയ്യുന്നത്. ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് കേൾ ഓഫ് വെലോസിറ്റി വെക്ടർ. കേൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ മാത്സിൽ പഠിച്ച സംഭവമാണ്. കേള് ഡൈവേർജൻസ് അങ്ങനത്തെ സംഭവങ്ങൾ. അതിനകത്ത് കേൾ ഓഫ് വെലോസിറ്റി വെക്ടറിന്റെ പാതി ആയിട്ടുള്ള ക്വാണ്ടിറ്റിനെയാണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ ആംഗുലർ വെലോസിറ്റിന്റെ ഡബിൾ ആണ് നമ്മുടെ വോർട്ടിസിറ്റി. വോർട്ടിസിറ്റിനെ നമ്മൾ ഈ ഒരു സിമ്പിൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഒരു ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വോർട്ടിസിറ്റി എന്ന് പറയുന്നത് 2 times ആംഗുലർ വെലോസിറ്റി വെക്ടർ. അപ്പോൾ വോർട്ടിസിറ്റി എന്ന് പറയുമ്പോൾ ഇസ് ഈക്വൽ ടു എന്താ പറയുക, കേൾ ഓഫ് വെലോസിറ്റി വെക്ടർ. ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. വോർട്ടിസിറ്റിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇറോട്ടേഷണൽ ഫ്ലോ ആയിരിക്കും. ഇനി അടുത്ത വരുന്ന കോൺസെപ്റ്റ് ആണ് സ്ട്രീം ഫംഗ്ഷൻ. The stream function under discussion exists for 2D incompressible flow. ഓക്കെ, അപ്പൊ ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഈ സംഭവം 0 ആയിരിക്കും. അതായത് ഡോ യു ബൈ ഡോ, ഇതിപ്പോ 2 dimensional ആയതുകൊണ്ട് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ പി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ യുവിനെ നമ്മൾ അസ്യൂം ചെയ്യാണ് യു ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ ആയിട്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ ഫൈ ആണ് സ്ട്രീം ഫംഗ്ഷൻ. ഓക്കെ, എന്നിട്ട് വിനെ നമ്മൾ അസ്യൂം ചെയ്യുന്നു വി എന്ന് പറയുന്നത് ഡോ ഫൈ ബൈ ഡോ എക്സ് ആയിട്ട്. എന്നിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഫൈ ബൈ ഡോ ഫൈ വൈ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇവിടെ വരുന്ന ടേമും ഇവിടെ വരുന്ന ടേം ഈക്വൽ ആവും. അപ്പൊ അത് 0 ആവും. അപ്പൊ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ സ്ട്രീം ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. അതായത് യു ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ, അതുപോലെ വി ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ്. ഇതാണ് സ്ട്രീം ഫംഗ്ഷന്റെ ഒരു ഫോർമുല.
പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഇതിനകത്ത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നമ്മുടെ സിലബസിൽ ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്നാണ്. വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ ഇറോട്ടേഷണൽ ഫ്ലോനാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇറോട്ടേഷണൽ ഫ്ലോനാണ്. ഇറോട്ടേഷണൽ ഫ്ലോ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ കേൾ ഓഫ് വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് നൾ വെക്ടർ ആയിരിക്കും. അപ്പൊ കേൾ ഓഫ് വെലോസിറ്റി വെക്ടർ നൾ വെക്ടർ ആണെങ്കിൽ ഈ പറഞ്ഞ കേൾ വെക്ടർ കേൾ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മതി, ഐ ജെ കെ പിന്നെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് മറ്റു താഴെ യു വി ഡബ്ല്യു ഉണ്ടാവും. മറ്റേ ഇതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് ചെയ്ത എന്താ പറയുക ഓപ്പൺ ചെയ്ത കിട്ടുന്ന സാധനമായിരിക്കും കേൾ ഓഫ് വെലോസിറ്റി വെക്ടർ. എന്നിട്ട് ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ ഇറോട്ടേഷണൽ ഫ്ലോ ആണെങ്കിൽ ഈ സാധനം സീറോ നൾ വെക്ടർ ആയിരിക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു റിലേഷൻ കിട്ടണേന്ന് പറഞ്ഞാൽ യു എന്ന് പറയുന്നത് ഡോ ഫൈ ബൈ ഡോ എക്സ് യു എന്ന് പറയുന്നത് ഡോ ഫൈ ബൈ ഡോ എക്സ് എന്നിട്ട് വി എന്ന് പറയുന്നത് ഡോ ഫൈ ബൈ ഡോ വൈ അതൊരു ഡബ്ല്യു എന്ന് പറയുന്നത് ഡോ ഫൈ ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞ സാധനം ഇതിനെ ഈ ഒരു സംഭവം ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ മൊത്തം ആ സംഭവം സീറോ ആയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഈ വെലോസിറ്റി പൊട്ടൻഷ്യൽ സാധനം വന്നത്. അതിനകത്ത് ജസ്റ്റ് ഈ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ജസ്റ്റ് യു എന്ന് പറയുമ്പോൾ അത് എക്സ് ഡയറക്ഷനിലുള്ള സാധനമാണ്. അപ്പൊ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇടുക. വി എന്ന് പറയുന്നത് വൈയിലെയാണ്, അത് ഡോ ഫൈ ബൈ ഡോ വൈ ഇടുക. ഡബ്ല്യു എന്ന് പറയുന്നത് സെഡിലാണ്, അപ്പോൾ ഡോ ഫൈ ബൈ ഡോ സെഡ് ഇടുക. അപ്പോൾ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ ഇതുവരെ നോക്കിയാൽ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ഫ്ലോന് വേണ്ടിയിട്ടും വെലോസിറ്റി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറോട്ടേഷണൽ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്, ഇറോട്ടേഷണൽ ഫ്ലോന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് രണ്ടിന്റെ കോമ്പിനേഷൻ കേസ് എടുക്കുകയാണെങ്കിൽ, അതായത് ഇറോട്ടേഷണൽ ഇൻകംപ്രസിബിൾ രണ്ടും കൂടി ഒരുമിച്ചുള്ള കേസ് എടുക്കുകയാണെങ്കിൽ ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇസിക്വൽ ടു സീറോ, ഇതാണ് ഇറോട്ടേഷണൽ. അതുപോലെ ടു ഡിയിലെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻകംപ്രസിബിൾ എന്ന് വരുന്ന ഇക്വേഷൻ ഡോ ഫൈ ബൈ ഡോ വൈ ഇസിക്വൽ ടു യു എന്നും ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസിക്വൽ ടു മൈനസ് വി എന്നും. ഇത് തന്നെ നമ്മൾ ഈ ഇൻകംപ്രസിബിൾ ഇറോട്ടേഷണലിന്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടണ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി ഒരു പ്രാവശ്യം വൈനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു, ഇതിനകത്ത് ഓൾറെഡി ഒരു പ്രാവശ്യം എക്സും കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഇതിനകത്ത് നമ്മൾ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു. എന്നാൽ അതായത് ഈ ഫൈ എന്നുള്ളതിനെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബാക്കിയുള്ളതിനെ നമുക്ക് ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഡെൽ സ്ക്വയർ ഓഫ് ഫൈ ഈ പറഞ്ഞ സ്ട്രീം ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈക്വി പൊട്ടൻഷ്യൽ ലൈൻ, അതായത് സ്ലോപ്പ് ഓഫ് കോൺസ്റ്റന്റ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ലൈൻ, അതിനെയാണ് നമ്മൾ ഈക്വി പൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഫൈ എന്ന് പറയുന്നതിന്റെ വാല്യൂ സീറോ ആയിരിക്കും എന്നാണ്, അതായത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ്. ഫൈ കോൺസ്റ്റന്റ് ആവുകയാണെങ്കിൽ ടി ഫൈയുടെ വാല്യൂ നമുക്ക് സീറോ ആയിട്ട് എടുക്കാം. അപ്പൊ ഫൈ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ. ഒരു 2 ഡയമെൻഷണൽ ഫ്ലോയുടെ കേസിൽ വരുമ്പോൾ 2 ഡയമെൻഷണൽ സ്റ്റഡി ഇറോട്ടേഷണലിന്റെ കേസിൽ വരുമ്പോൾ ഫൈ എന്ന് പറയുന്നത് എക്സ് കോമ വൈനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഡി ഫൈ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു രൂപത്തിൽ കിട്ടും. ഡി യു ഇൻറ്റു ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി വൈ ഇസ് ഈക്വൽ ടു സീറോ, ഈ ഒരു ഫോർമാറ്റിൽ കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എക്സിനെ വൈനെയൊക്കെ അപ്പുറത്തൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ഫൈ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇസ് ഈക്വൽ ടു മൈനസ് യു ബൈ വി എന്ന് പറഞ്ഞു കിട്ടും. അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു കോൺസെപ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിന്റെ സ്ലോപ്പ് വരുന്നത് മൈനസ് യു ബൈ വി എന്നായിരിക്കും. സ്ട്രീം ഫംഗ്ഷന്റെ കേസിൽ സ്ലോപ്പ് വരുന്നത് വി ബൈ യു എന്നായിരിക്കും. അപ്പൊ ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും കിട്ടണത്. അപ്പൊ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ
ഈക്വിപൊട്ടൻഷ്യൽ ലൈനും ഈ പറഞ്ഞ സ്ട്രീം ലൈനും രണ്ടും ഓർത്തോഗണലി ആയിരിക്കും മീറ്റ് ചെയ്യണം. നമുക്ക് മനസ്സിലായി ഈ പറഞ്ഞ സ്ട്രീം ലൈനും അതുപോലെ ഈക്വിപൊട്ടൻഷ്യൽ ലൈനും രണ്ടും ഓർത്തോഗണലി ആണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ഫ്ലോ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ സ്ട്രീം ലൈൻസ് നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ സ്ട്രീം ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ ഈക്വിപൊട്ടൻഷ്യൽ ലൈൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരു സംഭവം കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈക്വിപൊട്ടൻഷ്യൽ ലൈൻസ് ആണ്, ഇത് സ്ട്രീം ലൈൻസ് ആണ്. അപ്പൊ ഇതിനെ ഒന്ന് കാണുന്നതെന്ന് പറഞ്ഞൊരു വലയിനെ പോലെ അല്ലേ, അതുകൊണ്ടാണ് ഇതിനെ ഫ്ലോ നെറ്റ് എന്ന് പറയുന്നത്.